മാവിൽ മുട്ട പൊട്ടിച്ച് വെച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സബോളയും തക്കാളിയും മുളകും മല്ലിച്ചപ്പൊക്കെ കുനുകുനാന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അടുപ്പിൽ തീയിട്ട് പാത്രം മേലെ വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച മുട്ട നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമ്മളതാ പരത്താനിട്ടുണ്ട് ചപ്പാത്തി. ഞാനും കിച്ചും ഇവിടെ ചപ്പാത്തി ഉരുണ്ടയാക്കാനാണ് ഇരിക്കുന്നത്. മിഥുവാണ് ചപ്പാത്തി പരത്തുന്നത്, എൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ നമ്മളിതാ ചപ്പാത്തി ചൂടുകയാണ്. അപ്പം നമ്മളിത് ഈ പാത്രത്തിൽ നമ്മൾ ചുട്ട ചപ്പാത്തിയാണ് ഇട്ടത്. ഇത്രയും ചുട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ട്, ഇനി പരത്തുന്നുണ്ട്. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയതൊക്കെ നമ്മൾ ചപ്പാത്തി പിച്ചിടുകയാണ്. കറി വെക്കാനുള്ള ഏർപ്പാടുകളാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതൊക്കെ ചേർത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇളക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മുട്ട പീസാക്കി അരിഞ്ഞിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. പിച്ചി ചപ്പാത്തിന്ന് കുറച്ച് മാറ്റി വെച്ച് കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു. അതിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ചു. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോഴേക്കും നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന വേറെ ചപ്പാത്തി ഉണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കാം. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതാണല്ല ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടോ ചോദിച്ചപ്പോൾ ഒറ്റ ഉത്തരം മാത്രം, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രത്തോളം ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ